കരച്ചിൽ കാർഡ് ഇറക്കാൻ അനുവദിക്കില്ല എന്നായിരുന്നു ബിഗ് ബോസ് 7ന്റെ പ്രൊമോയിൽ അവതാരകനായിട്ട് മോഹൻലാൽ കൊടുത്തിരുന്ന ഒരു മുന്നറിയിപ്പ്. എന്നാൽ കരച്ചിലില്ലാതെ ഒരു ബിഗ് ബോസ് ഹൗസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല അല്ലേ. പതിവ് തെറ്റാതെ തന്നെ ഈ ഒരു സീസണിലും അടിയും തുടർന്നുള്ള പൊട്ടിക്കരച്ചിലും ഒക്കെ നടന്നു. നടി അനുമോളാണ് ഇപ്പോൾ കരഞ്ഞിരിക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, അപ്പാന്റെ ശരത്തിനെ കഴുത്തിന് വേദന എടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടറെ കാണിക്കണം എന്നുള്ള ഷാനവാസിന്റെ ഒരു ഉപദേശവും ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് അനുമോൾ ഇടപെട്ടതും. ഇത്രയും ചെറിയ കാര്യങ്ങൾക്ക് ഡോക്ടറെ കാണണോ, വല്ല ചൂടുവെള്ളമോ ഉപയോഗിച്ചാൽ പോരെ എന്നായിരുന്നു അനുമോളുടെ ഒരു പ്രതികരണം. എന്നാൽ ഡോക്ടർമാർ വേദനയ്ക്കുള്ള മരുന്ന് എഴുതുന്നത് വെറുതെയാണോ എന്നായിരുന്നു ഷാനവാസിന്റെയും തിരിച്ചുള്ള മറുപടി. കാര്യമായിട്ടുള്ള ഒരു മറുപടി ഒന്നും നൽകാതെ അനു അത് വിടുകയും ചെയ്തു. എന്നാൽ ഡോക്ടർമാർ പൈസയ്ക്ക് വേണ്ടിയാണ് മരുന്ന് എഴുതുന്നത് എന്നുള്ള കാര്യം അനു പറഞ്ഞു എന്നാണ് ഷാനവാസ് ഈ ഒരു സഹ മത്സരാർത്ഥികൾക്കിടയിൽ പ്രചരിപ്പിച്ചത്. അത് അനുവും ഷാനവാസും തമ്മിൽ വലിയ തർക്കത്തിന് തന്നെ കാരണമായി. അതിനിടയിലാണ് ഡോക്ടറായിട്ടുള്ള ബിന്നി വന്ന് ചോദിച്ചത്, അതായത് അനു അങ്ങനെ പറഞ്ഞോ എന്നുള്ളത്. അക്ബറിന്റെ ഭാര്യയും ഡോക്ടറാണ്. അക്ബറും ഇതേ ചോദ്യം തന്നെയാണ് ചോദിച്ചത്. എന്നാൽ പറയാത്ത കാര്യത്തിൽ തന്നെ പിടിച്ച് വെറുതെ തർക്കമുണ്ടാക്കരുത് എന്നായിരുന്നു അനുമോളും. താൻ പറയാത്ത കാര്യങ്ങളാണ് ഇത് പറയുന്നതെന്നാണ്. ഡോക്ടർമാർക്കെതിരെ അനു ഒന്നും സംസാരിച്ചിട്ടില്ല എന്നും അനു ആവർത്തിച്ച് പറയുകയാണ്. ഒടുവിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞ് അനു ഓടിപ്പോയി. ഷാനവാസ് ഇക്കയാണ് വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കിയിരിക്കുകയാണ് എന്നായിരുന്നു ആ ഒരു കരച്ചിലിനിടയിലും അനു പറയുന്നുണ്ട്. ഉടൻ തന്നെ ഷാനവാസ് എത്തി അനുവിനെ സമാധാനിപ്പിക്കുന്നുമുണ്ട്. താൻ തമാശയ്ക്ക് പറഞ്ഞതാണെന്നും ഇതിനൊന്നും കരയാൻ നിൽക്കരുത് എന്നായിരുന്നു ഷാനവാസ് പറഞ്ഞത്. എന്നാൽ ഞാൻ ബോൾഡ് അല്ല എന്നും കരഞ്ഞു പോകുമെന്നായിരുന്നു അനുമോളുടെ മറുപടി. അതിനുശേഷം ഷാനവാസ് എല്ലാവരുടെ മുന്നിൽ വെച്ച് തന്റെ വാക്ക് തിരുത്തി. ഇവൾ അങ്ങനെ സംസാരിച്ചതായി എനിക്ക് തോന്നിയതാണ് എന്നാണ് ഷാനവാസ് പറഞ്ഞത്. ഇതൊക്കെ ബിന്നി ഇടപെടുകയും ചെയ്ത് നിങ്ങൾ കളവ് പറഞ്ഞുവല്ലേ എന്നാണ് ബിന്നി പൊട്ടിത്തെറിച്ച് ഷാനവാസിനോട് ചോദിച്ചത്. അതിനിടയിലാണ് റെന വന്ന് ഷാനവാസിനെ കുടയുന്നതും. നിങ്ങൾ അനാവശ്യ പ്രചരണങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് എന്നായിരുന്നു റെന ഷാനവാസിനെ കുറ്റപ്പെടുത്തിയത്. ഇതിനിടയിൽ ടാസ്കിനായിട്ട് ബിഗ് ബോസ് വിളിച്ചതോടെ ആ ഒരു പ്രശ്നം അവിടെ അവസാനിച്ചു. അതേസമയം ഷാനവാസിനെതിരെ ബിഗ് ബോസിന്റെ ഗ്രൂപ്പുകളിൽ കടുത്ത വിമർശനം ഉയരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നോമിനേഷൻ ടാസ്കിൽ ജിസേലിന് വസ്ത്രധാരണത്തിന്റെ പേരിൽ ഷാനവാസ് നോമിനേറ്റ് ചെയ്തിരുന്നു. ഇതാണ് വിമർശനത്തിന് വഴിവെച്ചത്. ഷാനവാസിനെതിരെ ബിഗ് ബോസ് ഗ്രൂപ്പിൽ പ്രചരിക്കുന്ന ഒരു കുറിപ്പ് ഇങ്ങനെയാണ്: ഷാനവാസിനെ പോലെയുള്ളവരെയൊക്കെ BBയിൽ വെച്ച് പൊറുപ്പിക്കരുത്. സത്യത്തിൽ ഇവനെ പോലുള്ള കുറച്ചു പേരാണ് സമൂഹത്തിന്റെ ശാപം. ജിസേലിന്റെ വസ്ത്രധാരണം മാറ്റണമെന്ന് പറയാൻ ഇവൻ ആരാഹേ? സദാചാരം മൂത്ത് പ്രാന്തായതിന്റെ ലക്ഷണങ്ങളാണ് സമൂഹത്തിലെ മനുഷ്യന്റെ ആസ്വാദനങ്ങളെ നിരോധിക്കുന്ന രീതികൾ. 2012 ആസ്വാദനങ്ങൾ പോലും ഈ 2025 ഇല്ല എന്ന് പറയുമ്പോൾ അതിന് കാരണം ഇവനെ പോലുള്ള അമ്മാവന്മാരാണെന്നും ഈ അടുത്ത് 18+ കണ്ടന്റ് ഉള്ള OTT പ്ലാറ്റ്ഫോമുകൾ നിരോധിച്ചപ്പോൾ അതിനിടയിൽ പോലും അമ്മാവൻസ് കമന്റുകൾ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഇൻസ്റ്റ വരെ ബാൻ ചെയ്യണമെന്നാണ് ഇവനെ പോലുള്ള അമ്മാവന്മാരുടെ പക്ഷം. ജിസേലിന്റെ വസ്ത്രധാരണം ആസ്വദിക്കട്ടെ. നീ നിന്റെ മക്കളെയും ഭാര്യയും പൊതിഞ്ഞാൽ മതി ഷാനു. വന്ന് എല്ലാ മീഡിയകളും മൊബൈൽ ഫോണ് പോലും ഇവനെ പോലുള്ളവരുടെ മുറവിളകൾ കാരണം നിരോധിക്കുന്ന കാലം അധികം വിദൂരമല്ല. ഇതായിരുന്നു ആ കുറിപ്പിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ.